ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. രംഗത്ത്. മോദിയെക്കുറിച്ച് പറയാൻ എന്തർഹതയാണുള്ളതെന്ന് ബി.ജെ.പി. ചോദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ താൻ പരാജയപ്പെടുമെന്ന ഭയത്താൽ അവിടെ വായിൽ തോന്നിയത് എന്തും ഇവിടെ വിളിച്ചു പോവുകയാണ് മമതാ ബാനർജി ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നുഴഞ്ഞുകയറ്റക്കാരനെന്നാണ് മമത വിളിച്ചതും. ഭരണഘടനാപരമായ പദവി വഹിക്കാൻ മമതാ ബാനർജിക്ക് യോഗ്യതയില്ല എന്ന് ബി.ജെ.പി. ആരോപണം ഉന്നയിച്ചു. മമതാ ബാനർജിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മോദിജി, ഞങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. സൗദി അറേബ്യയിലേക്ക് പോയി കൈ കൊടുത്തതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ദുബായിലേക്ക് പോകുമ്പോൾ അവരെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ നിങ്ങൾ അവിടെ മറക്കുകയാണോ എന്നും നിങ്ങൾ പേരുകൾ മായ്ക്കുകയാണോ എന്നും നിങ്ങൾ അവരെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിക്കുന്നുവെന്നും നിങ്ങൾ ഏറ്റവും വലിയ നുഴഞ്ഞുകയറ്റക്കാരനാണ് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിൽ മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനമായി തന്നെ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ബി.ജെ.പി. രംഗത്ത് വന്നതും. കൊൽക്കത്തയിലെ ഈദ് പരിപാടിക്കിടെ തന്നെ മമത പ്രധാനമന്ത്രിയുടെ നയങ്ങൾ അതായത് അവിടെ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ബി.ജെ.പിയുടെ ഈ ഒരു വിമർശനത്തിന് കാരണമായതും. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നുഴഞ്ഞുകയറ്റക്കാരൻ എന്ന് വിളിക്കുന്ന ആർക്കും ഭരണഘടനാപരമായ പദവി വഹിക്കാൻ അവകാശമില്ല. തിരഞ്ഞെടുപ്പിൽ പരാജയമോ അല്ലെങ്കിൽ അത്തരത്തിൽ പരാജയപ്പെടുമെന്ന ഒരു ഭയത്താൽ തന്നെ മുഖ്യമന്ത്രി കാണുന്നു. ബി.ജെ.പി. നേതാവ് ശിശിർ ആകട്ടെ ഈ വാക്കുകൾ ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വലിയ തോതിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ കുറിച്ചുള്ള നുഴഞ്ഞുകയറ്റത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ബി.ജെ.പി. അവിടെ അവബോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പരിപാടി നടത്തി വരികയാണ്. അതേസമയം തൃണമൂൽ സർക്കാരിന്റെ ഭരണത്തിന് കീഴിലാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം നടക്കുന്നത് എന്നതാണ് ബി.ജെ.പി. പ്രധാനമായും ആരോപണം ഉന്നയിച്ചത്. തൃണമൂൽ ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. അതിർത്തി കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിലാണ് എന്നതാണ് അവർ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ SAR നടപടികളെ കുറിച്ച് മമത ഇവിടെ വിമർശനം ഉന്നയിച്ചു. SAR നടപടിക്രമങ്ങൾ ആ സമുദായങ്ങളെ ലക്ഷ്യമിടുന്നതാണ് എന്നും അവർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് വീണ്ടും മമത ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. മോദിജി, ഞങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല, അല്ലെങ്കിൽ നിങ്ങളെ അനുവദിക്കില്ല എന്നും സൗദി അറേബ്യയിലേക്കോ എവിടെ വേണമെങ്കിലും താങ്കൾക്ക് പോകാമെന്നും അവിടെ പോയി താങ്കൾ അവരെ കെട്ടിപ്പിടിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഇന്ത്യയിൽ നിങ്ങൾ ഇവിടെ പല കാര്യങ്ങളും മറക്കുകയാണ്. നിങ്ങൾ പേരുകൾ മായ്ച്ചു കളയുന്നു. നിങ്ങൾ അവരെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിക്കുന്നു. കഴിഞ്ഞ ഏറ്റവും വലിയ അതായത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നുഴഞ്ഞുകയറ്റക്കാരൻ അത് മോദിയാണ് എന്നതാണ് ഇവിടെ മമത രൂക്ഷമായ ഒരു ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ബി.ജെ.പി. തങ്ങളുടെ നിലപാടും ശക്തമായ വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.